പ്രിയ സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ഉസ്താദുമാരെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. ഈ വീഡിയോ അതിനെക്കുറിച്ചാണ്. നമ്മുടെ ഓരോ ഉസ്താദുമാരും വലിയ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത്. ഓരോ മഹല്ലിന്റെയും മുഴുവൻ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റുന്നവരാണവർ. മഹല്ലിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവർ. നമ്മുടെ മക്കൾക്ക് ആത്മീയ വിദ്യാഭ്യാസം പകരുകയും അവരുടെ വളർച്ചയ്ക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നവർ, നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നവർ. ഇത്രയേറെ സേവനങ്ങൾ ചെയ്യുന്ന ഈ ഉസ്താദുമാരെ തുച്ഛമായ ശമ്പളം നൽകി ഇനിയും അവഗണിക്കരുത്. ഇന്ന് പല മഹല്ല് കെട്ടിടങ്ങളും ആവശ്യത്തിലധികം ആഡംബരത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മഹല്ലിനാവശ്യമായ സൗകര്യങ്ങൾ തീർച്ചയായും വേണം. എന്നാൽ അമിതമായി പണം ചെലവഴിക്കുമ്പോഴും ഈ പാവപ്പെട്ട ഉസ്താദുമാരെ നാം പരിഗണിക്കാതെ പോകരുത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും 10,000 രൂപയും അതിൽ താഴെയും മാത്രം ശമ്പളം വാങ്ങി ഞെരുങ്ങി ജീവിക്കേണ്ടിവരുന്ന മുഅദ്ദിൻ മുഅല്ലിം ഉസ്താദുമാരുണ്ട്. നമ്മുടെ മക്കളെ നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കാനും അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സ്കൂൾ ചെലവുകൾ, വാടക, രോഗം, വസ്ത്രങ്ങൾ തുടങ്ങിയ എല്ലാ ചെലവുകളും ഈ തുച്ഛമായ ശമ്പളത്തിൽ എങ്ങനെ അവർക്ക് കണ്ടെത്താൻ കഴിയും? ഒന്നാലോചിച്ചു നോക്കൂ. നമ്മുടെ മക്കളൊക്കെ ഉയർന്ന സ്കൂളുകളിലും ട്യൂഷൻ സെന്ററുകളിലും പഠിച്ച് നല്ല ജോലികൾ നേടുമ്പോൾ ഉസ്താദുമാരുടെ മക്കൾക്ക് പലപ്പോഴും പഠനച്ചെലവ് താങ്ങാനാവാതെ വിദ്യാഭ്യാസത്തിൽ പിന്നോട്ടു പോകുന്ന ദയനീയ കാഴ്ചയാണ് നാം കാണുന്നത്. ഇവരുടെ ഉത്തരവാദിത്വം മഹല്ല് നിവാസികളും പരിപാലന സമിതിയും ഏറ്റെടുക്കേണ്ടതല്ലേ? പല മഹല്ലുകളും വരുമാനം കുറവാണെന്ന് പറഞ്ഞ് ശമ്പളം കുറയ്ക്കാറുണ്ട്. എന്നാൽ മറ്റാവശ്യങ്ങൾക്കെല്ലാം അവർ പണം ചെലവഴിക്കുകയും ചെയ്യും. ഉസ്താദുമാരുടെ മക്കളിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും പോലീസുകാരും സർക്കാർ ഉദ്യോഗസ്ഥരുമൊക്കെ കുറവാണ്. എന്താണിതിന് കാരണം? അവർക്ക് സാമ്പത്തികമായ ഒരു ഭദ്രതയില്ല. കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ ഒതുങ്ങി ജീവിക്കേണ്ടിവരുന്നവരാണ് ഭൂരിഭാഗം ഉസ്താദുമാരും. ഉസ്താദുമാർ ശമ്പളം കൂട്ടി ചോദിച്ചാൽ അത് അവരെ അപമാനിക്കുന്ന രീതിയിൽ നാടൊട്ടാകെ പ്രചരിപ്പിക്കുകയും ശമ്പളം കൂട്ടി ചോദിച്ചത് തെറ്റാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന മഹല്ല് ഭാരവാഹികളും ഉണ്ട്. അതുകൊണ്ടുതന്നെ പല ഉസ്താദുമാരും ശമ്പളം കൂട്ടി ചോദിക്കാൻ ലജ്ജിക്കുന്നവരാണ്. അവർക്ക് സ്വന്തമായി ഒരു വസ്തു വാങ്ങണമെങ്കിൽ, ഒരു വീട് വെക്കണമെങ്കിൽ, ഒരു വാഹനം വാങ്ങണമെങ്കിൽ മറ്റുള്ളവരോട് യാചിക്കേണ്ടിവരുന്ന അവസ്ഥയാണ്. ഒരു ദിവസം നമ്മുടെ വീടുകളിൽ എത്രയെല്ലാം ചെലവുകളാണ് വരുന്നത്. നമ്മളെല്ലാം കുടുംബം പോറ്റുന്നവരല്ലേ? അടുത്തിടെ ഒരു ഉസ്താദ് എന്നോട് പങ്കുവച്ച ഒരു വിഷമകരമായ സംഭവം പറയാം. അദ്ദേഹത്തിന്റെ മഹല്ലിൽ നൽകിക്കൊണ്ടിരുന്ന ശമ്പളം പരിസര മഹല്ലുകളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് പറഞ്ഞ് ആ മഹല്ലിലെ 3 ഉസ്താദുമാരുടെ ശമ്പളവും മഹല്ല് കമ്മിറ്റിക്കാർ കുറച്ചു. സത്യത്തിൽ ഇങ്ങനെയാണോ നമ്മൾ അവരോട് പെരുമാറേണ്ടത്? നമ്മുടെ മഹല്ലിലെ ഇമാമുമാരെയും ഉസ്താദുമാരെയും അന്തസ്സോടെ ഉയർത്തിക്കാട്ടേണ്ടത് നമ്മളല്ലേ? അപ്പോൾ നമ്മൾ തന്നെ അവരെ നിസ്സാരരാക്കരുത്. മാതൃകാപരമായി ഉസ്താദുമാരെ സഹായിക്കുന്ന മഹല്ലുകളും നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ മഹല്ലുകളും അങ്ങനെയല്ല എന്നല്ല ഞാൻ പറയുന്നത്. നാം ഓരോരുത്തരും നമ്മുടെ മഹല്ലിലെ ഉസ്താദുമാർക്ക് എത്രയാണ് ശമ്പളം നൽകുന്നതെന്ന് അന്വേഷിക്കണം. അവർക്ക് ലഭിക്കുന്ന ശമ്പളം മതിയായതല്ലെങ്കിൽ മാന്യമായ ഒരു കുടുംബത്തിന് ജീവിക്കാൻ ഉതകുന്ന ശമ്പളം അവർക്ക് ലഭിക്കാൻ നാം ഓരോരുത്തരും ഇടപെടണം. ഈ പ്രയത്നം ഒരിക്കലും വെറുതെയാകില്ല. 5 നേരം കൃത്യസമയത്ത് നിസ്കരിക്കുന്നവരാണവർ. ദീനിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണവർ. അവരുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. അവരുടെ പ്രാർത്ഥനകളിൽ നമ്മളുമുണ്ടാകും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഇടപെട്ട് സാധുക്കളായ ഉസ്താദുമാരെ നമ്മുടെ കുടുംബാംഗങ്ങളെപ്പോലെ ചേർത്തു നിർത്തി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കണം എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം. നമ്മുടെ ജീവിതകാലത്തും നമ്മൾ മരണപ്പെട്ടാലും നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണവർ. അവരെ ചേർത്തുപിടിക്കുക. നമ്മുടെ ഓരോ മഹല്ലുകളിലും ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വലിയ പ്രോത്സാഹനമാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ അവരുമായി ഇതൊന്ന് ഷെയർ ചെയ്യണേ. പിന്നെ ഇങ്ങനെയുള്ള കൂടുതൽ നല്ല വീഡിയോകൾ കാണാനായി ഇപ്പോൾ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.